ശുദ്ധമെന്നും സുരക്ഷിതമെന്നും വിശ്വസിച്ച് നമ്മൾ വാങ്ങി കുടിക്കുന്ന കുപ്പിവെള്ളത്തിൽ അപകടകരമായ അളവിൽ മാരക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായ മൈക്രോ നാനോ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. കുപ്പിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് പൊഴിയുന്ന മാരകമായ മൈക്രോ പ്ലാസ്റ്റിക്കുകളും നാനോ പ്ലാസ്റ്റിക്കുകളും അമിതമായി അടങ്ങിയിട്ടുണ്ടെന്ന് ഈ പുതിയ പഠനങ്ങൾ അടിവരയിടുന്നു. കഠിനമായ വേനലിൽ ഇനി അങ്ങോട്ട് കുപ്പിവെള്ളത്തിന്റെ സീസണാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ബോട്ടിൽഡ് വാട്ടർ. എന്നാൽ 1 ലിറ്റർ കുപ്പിവെള്ളത്തിൽ ശരാശരി 2,40,000-ഓളം പ്ലാസ്റ്റിക് കണങ്ങൾ കാണപ്പെടുന്നു എന്നാണ് കണക്ക്. ഇത് സാധാരണ വെള്ളത്തെക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. കേവലം 1/4 നൂറ്റാണ്ട് മുൻപ് മാത്രമേ ആയിട്ടുള്ളൂ ഈ കുപ്പിവെള്ളശീലം നമുക്ക് ആരംഭിച്ചിട്ട്. നൂറ്റിക്കണക്കിന് ബ്രാൻഡുകളാണ് ഇക്കാലയളവിൽ കുപ്പിവെള്ള നിർമ്മാണം ആരംഭിച്ചത്. ചില്ലറ വിൽപ്പനക്കാരെ സംബന്ധിച്ച് ഇരട്ടിയിലധികം ലാഭമുള്ള ഒരു ഉൽപ്പന്നമാണ് കുപ്പിവെള്ളം. മുൻപെല്ലാം യാത്രാവേളകളിലും മറ്റും തിളപ്പിച്ചാറിയ വെള്ളം കരുതുന്നത് ഒരു പതിവായിരുന്നു. ആരോഗ്യകരമായ ആ ശീലത്തെയാണ് ഈ വിപണി ഇല്ലാതാക്കിയത്. മൈക്രോ പ്ലാസ്റ്റിക്കിന് പുറമെ അതിന്റെ പല മടങ്ങ് നാനോ പ്ലാസ്റ്റിക്കും അമേരിക്കൻ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്നത്. മാരക രോഗത്തിന് കാരണമാകുന്ന ഒന്നാണിത്. കുപ്പിയിലടച്ച 1 ലിറ്റർ കുടിവെള്ളത്തിന് ശരാശരി 2,40,000-ഓളം ചെറുശകലങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. മുമ്പ് കണക്കാക്കിയിരുന്നതിനേക്കാൾ ഏതാണ്ട് 100 മടങ്ങാണിത്. തന്നെയുമല്ല, കുപ്പിയിലടച്ച കുടിവെള്ളത്തിലെ 1 മൈക്രോമീറ്റർ താഴെ വലിപ്പമുള്ള നാനോ പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ആദ്യമായി നടത്തിയ പഠനമാണിത്. 1 ലിറ്റർ പാക്ക് ചെയ്ത കുടിവെള്ളത്തിൽ 1,10,000 മുതൽ 3,70,000 വരെ കണികൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ 90% നാനോ പ്ലാസ്റ്റിക് ആയിരുന്നു. മുൻകാല പഠനങ്ങൾ മൈക്രോ പ്ലാസ്റ്റിക്കിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 5 മില്ലിമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ നീളമുള്ള പോളിമർ ശകലങ്ങളാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത്. 1 മൈക്രോമീറ്റർ താഴെ വലിപ്പമുള്ള എല്ലാ ശകലങ്ങളും നാനോ പ്ലാസ്റ്റിക് ആയി കണക്കാക്കുന്നു. അതായത് 1 മീറ്ററിന്റെ ദശലക്ഷത്തിൽ 1-ൽ താഴെ മാത്രം വലിപ്പം. ജനുവരിയിൽ നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കുപ്പിവെള്ളത്തിലെ നാനോ കണങ്ങളുടെ എണ്ണം അറിയാനും രാസഘടനാ വിശകലനം ചെയ്യാനും കഴിയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുകയുണ്ടായി. വെയ്ൻ മിൻ ബെൻസാൻ യാൻ എന്നീ ശാസ്ത്രജ്ഞർ ചേർന്നാണ് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുൻപ് മൈക്രോ പ്ലാസ്റ്റിക് മാത്രമായിരുന്നു പ്രധാനമായി പഠന വിധേയമാക്കിയിരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിൽക്കുന്ന 3 ജനപ്രിയ ബ്രാൻഡുകളുടെ 1 ലിറ്റർ വെള്ളത്തിൽ പ്ലാസ്റ്റിക് ശകലങ്ങളുടെ എണ്ണം 1,10,000-നും 3,70,000-നും ഇടയിലാണെന്ന് സംഘം കണ്ടെത്തി. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ അധികൃതർ കൈമലർത്തി. ഏത് ബ്രാൻഡ് കുപ്പിവെള്ളമാണ് അവർ പഠനത്തിന് ഉപയോഗിച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൽ പരിഹാരമായി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണമെന്ന് മാത്രമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനുള്ള മുന്നറിയിപ്പ്. തിളപ്പിക്കുമ്പോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹാനികരമായ പ്ലാസ്റ്റിക് കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 80% ഇല്ലാതാക്കാൻ കഴിയും. വെറും 5 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ പോലും ചെറിയ പ്ലാസ്റ്റിക് കണങ്ങളുടെ 80% വരെ നീക്കം ചെയ്യാൻ കഴിയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. ചൈനയിലെ ജിനാൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ എഡ്ഡി സെങ്ങിന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘത്തിൻ്റെതാണ് ഈ കണ്ടെത്തലുകൾ.